പലരും സ്നാനപ്പെടാൻ ഉള്ളവരാണ്. ഞാൻ ആമുഖമായിട്ട് ഇങ്ങനെ പറയട്ടെ. ഈ സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച്, ഞാൻ എൻ്റെ നിലപാടാണ് പറയുന്നത്. എൻ്റെ നിലപാടാണ് നിങ്ങളുടെ എല്ലാവരുടെയും നിലപാടെന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഈ നിലപാട് നിങ്ങൾ കണ്ടുപഠിക്കണം. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്താണ് നമ്മുടെ നിലപാട്? നമുക്കൊരു നിലപാടുണ്ട്. എന്താണ്? ബൈബിൾ വിശ്വസിക്കുന്ന, യേശുവിനെ അംഗീകരിക്കുന്ന എല്ലാ സഭകളോടും നമുക്ക് സ്നേഹമാണ്. ഈ കാര്യത്തിൽ നിങ്ങൾക്കൊരു നിലപാടുണ്ടാവണം. കാരണം ലോകത്തിൽ പലർക്കും ആ നിലപാടില്ല, അല്ലെങ്കിൽ ആ നിലപാടൊരു ശരിയല്ല, അല്ലെങ്കിൽ അപകടകരമാണെന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആളുകൾ ഭൂമിയിലുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനല്ല, ഞാൻ അങ്ങനല്ല. ഞാൻ വിശ്വസിക്കുന്നത്, ഒരാൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വിശുദ്ധ വേദപുസ്തകം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവരെല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ്. ഭൂമിയിൽ 100 കണക്കിന് സഭകളുണ്ട്, ഒരുപക്ഷെ 1000 കണക്കിന് സഭകളുണ്ടാകാം, നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത സഭകളുണ്ടാകാം. ഉപദേശപരമായി പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കാം. നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സഭകൾ ഉണ്ടായിരിക്കാം. ഇതെല്ലാം സത്യമാണ്. പക്ഷെ യേശുവിൽ അവർ വിശ്വസിക്കുന്നു എന്ന കാരണം കൊണ്ട് നമുക്ക് അവരോടെല്ലാം സ്നേഹമാണ്. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ ഐക്യം ഉണ്ടാവണമെന്ന് ഞാൻ ആദ്യമേ ആഗ്രഹിക്കുകയാണ്. ഇനിയും നമ്മൾ സ്നാനം എന്ന പദത്തിലോട്ട് വരുമ്പോൾ, ഭൂമിയിലുള്ള അധികം സഭകളും ഈ സ്നാനം എന്ന വിഷയത്തിൽ ഒരു അഭിപ്രായമാണുള്ളത്. സ്നാനം വേണം എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂമിയിലുള്ള എല്ലാ സഭകളും. സ്തോത്രം. അതിന് എക്സെപ്ഷൻ ആയിട്ട് 1-2 സഭകളേ ഉള്ളൂ. അതിലൊരു സഭയുടെ ഭാഗമാണ് ജയസിസ്റ്റർ. ആ സഭയുടെ പേരാണ് സാൽവേഷൻ ആർമി സഭ. അപ്പം സാൽവേഷൻ ആർമി സഭയോട് നമുക്ക് വലിയ സ്നേഹമാണ്. എൻ്റെ ധാരാളം സ്നേഹിതര് സാൽവേഷൻ ആർമിയിലെ അയ്യമാരാണ്. ധാരാളം ആളുകൾ അതിലെ അംഗങ്ങളാണ്. പക്ഷെ അതിൽ പലരും സ്നാനപ്പെട്ടവരാണ് കേട്ടോ. സ്തോത്രം. അപ്പം ഞാൻ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ കത്തോലിക്ക സഭയിലായാലും, യാക്കോബായിലായാലും, ഓർത്തഡോക്സിലായാലും, മർത്തോമയിലും, CSIയിലും, CMSലും ബ്രദറുകാരും, നിങ്ങൾ എവിടെ പോയി നോക്കിയാലും അവരെല്ലാം സ്നാനപ്പെടണം എന്ന് വിശ്വസിക്കുന്നവരാണ്, സ്നാനത്തെ അംഗീകരിക്കുന്നവരാണ്. പിന്നെ എന്താണ് വ്യത്യാസം? എങ്ങനെ സ്നാനപ്പെടണം, എപ്പോൾ സ്നാനപ്പെടണം എന്ന കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഈ കാര്യത്തിലൊക്കെ നമുക്ക് നല്ല ധാരണ വേണം. അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ വരത്തില്ല എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ലോകത്തിലെ എല്ലാ സഭകളും അംഗീകരിക്കുന്ന കാര്യമാണ് സ്നാനം അനിവാര്യമാണ്. സമ്മതിച്ചല്ലോ? സ്തോത്രം. അപ്പോൾ ചോദിക്കും, എന്താണ് സാൽവേഷൻ ആർമിക്കാർ സ്നാനപ്പെടാത്തത്? എന്തുകൊണ്ടാണ് സാൽവേഷൻ ആർമിക്കാർ സ്നാനപ്പെടാത്തത്? അറിയാമോ? സാൽവേഷൻ ആർമി സഭ സ്ഥാപിച്ചതാരെന്നറിയാമോ? ഇതിന്റെ സ്ഥാപകനാരെന്നറിയാമോ? ആരാ? വില്യം ബൂത്ത്. വില്യം ബൂത്ത് ഒരു മഹാനായ മനുഷ്യനായിരുന്നു കേട്ടോ. എന്നെ പോലെ ഒരു ഉപദേശിയായിരുന്നു. വില്യം ബൂത്ത് മഹാനായ മനുഷ്യനായിരുന്നു. ഇപ്പൊ വില്യം ബൂത്ത് ചേരി പ്രദേശങ്ങളിലൊക്കെ പോയിട്ട് സുവിശേഷ വേല ചെയ്യുകയും അവിടെ കിടക്കുന്ന റോഡരിയിലൊക്കെ കിടക്കുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് സഭയിലോട്ട് വരികയും ചെയ്തു. അപ്പം നമ്മളെപ്പോലെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച ആളുകൾ പറഞ്ഞു, അയ്യോ ഇവരെല്ലാം സഭയുടെ മുമ്പിൽ കൊണ്ടു നിർത്തിയാൽ വലിയ ബുദ്ധിമുട്ടാണ്, നിങ്ങളെല്ലാവരും കൂടെ പുറകിലിരുന്നോളാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കർത്തൃമേശയൊക്കെ കൊണ്ടിരുന്നത്. അപ്പം ഈ പാസ്റ്റർക്ക് ഒരു പ്രയാസം, അയ്യോ ഈ മുഷിഞ്ഞ് വസ്ത്രമൊക്കെ ധരിച്ച് അലക്കാതെയും കുളിക്കാതെയൊക്കെ ഇരിക്കുന്നവർക്ക് കർത്തൃമേശ കൊടുക്കാൻ പറ്റുമോ എന്ന്. ഈ കൺഫ്യൂഷന്റെ പേരിലാണ് വില്യം ബൂത്ത് പറഞ്ഞത്, അങ്ങനെയാണെന്നൊരു കാര്യം ചെയ്യാം, ഞാൻ ഇവരുമായിട്ട് വേറെ പൊക്കോളാം, ഞങ്ങൾക്ക് നിങ്ങളുടെ സഭയിൽ ഞങ്ങളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ മാറിപ്പൊക്കോളാം. സ്തോത്രം. അപ്പം വില്യം ബൂത്തിന് സ്നാനത്തോട് എതിർപ്പുണ്ടായിരുന്നില്ല, വില്യം ബൂത്തിന് കർത്തൃമേശയോട് എതിർപ്പുണ്ടായിരുന്നില്ല. പക്ഷെ അവിടുന്ന് ചില കാര്യങ്ങൾ അല്പം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് സാൽവേഷൻ ആർമി എന്ന് പറയുന്ന ഒരു സഭയിൽ അല്പം പഠിപ്പിക്കൽ വ്യത്യാസം. നമുക്ക് നാട്ടിൽ ഒരു സഭയുണ്ട്, നാട്ടിലൊരു സഭയുണ്ട്. നിങ്ങൾ നാട്ടിൽ കേട്ടിട്ടുണ്ടോ? നമ്മുടെ പൊയ്കയിൽ കുമാരഗുരുദേവൻ. അറിയാമോ? പൊയ്കയിൽ കുമാരഗുരുദേവൻ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങനെ ഒരു സഭയുണ്ട്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ പറയണം. ഉപ്പനാടാണ് സഭയുടെ ആസ്ഥാനം. വല്ലപ്പോഴും അങ്ങോട്ടൊന്ന് പോകണം. അപ്പം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഭൂമിയിൽ ഉണ്ടാകാൻ കാരണം ഈ വെള്ള ഉടുപ്പിട്ട ആളുകൾ തെറ്റ് ചെയ്തുകൊണ്ടാണ്, നമ്മൾ പാപം ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഒരു സഭ ഉണ്ടായത്. അപ്പം നമ്മൾ ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ നോക്കുമ്പം പലർക്കും ദേഷ്യം വരും. ബ്രദർ ഇങ്ങനെ സത്യങ്ങളെല്ലാം വിളിച്ചു പറയരുത്. അപ്പം കുമാരഗുരുദേവൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയുടെ ഭാഗമായി. പക്ഷെ കേരളത്തിൽ നിലനിന്ന ജാതി വ്യവസ്ഥ കാരണമാണ് അദ്ദേഹത്തിന് സ്വതന്ത്രമായി മറ്റൊരു സഭയുണ്ടാക്കി പോകേണ്ടി വന്നത്. ഇത് പാപമാണ്. ആരാണ് പാപം ചെയ്തത്? കുമാരഗുരുദേവൻ പാപം ചെയ്തു എന്ന് എനിക്ക് അഭിപ്രായമില്ല. അഭിപ്രായം സഭ പാപം ചെയ്തു, സഭ പിഴച്ചുപോയി. ഞാൻ ആ വാക്കൊക്കെ പറയുന്നത് നിങ്ങൾ എന്നോട് പിണങ്ങരുത്. സ്തോത്രം. അപ്പം കേരളത്തിലുണ്ടായിരുന്ന മർത്തോമ സഭയും കേരളത്തിലുണ്ടായിരുന്ന ബ്രദറുകാരും പെന്തക്കോസുകാരും തെറ്റ് ചെയ്തതിന്റെ ഫലമായിട്ടാണ്
പൊയ്കയിൽ കുമാരഗുരുദേവൻ ഉണ്ടായതും അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളിൽ അല്പം പിശകുണ്ടായിരുന്നു. നമ്മൾ ഈ വ്യത്യസ്തരാകാൻ നോക്കുമ്പോഴാണ് നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായം പറയേണ്ടി വരുന്നത്. ഇപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു താഴ്മയായ അഭ്യർത്ഥന ഇതാണ്: നമ്മൾ ആളുകളെ സ്നേഹിക്കണം. നമ്മൾ ആളുകളിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് എങ്ങനെയാണെന്ന് അല്ല കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ ഇവരോട് ചേർന്ന് നിൽക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. സ്തോത്രം. സന്തോഷമാണോ? പ്ലീസ്. ഒരുപക്ഷെ നമ്മളെ മുറിപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടായേക്കാം. പക്ഷെ നമ്മൾ അന്നേരം അവരെ സ്നേഹിക്കണം. നമുക്ക് കത്തോലിക്കരോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഒത്തിരി അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് കത്തോലിക്ക സഭയോട് സ്നേഹമാണ്, നമുക്ക് യാക്കോബക്കാരെ സ്നേഹമാണ്, മർത്തോമക്കാരെ സ്നേഹമാണ്, ഓർത്തഡോക്സുകാരോട് സ്നേഹമാണ്, ബ്രദറുകാരോട് സ്നേഹമാണ്. എല്ലാവരോടും നമുക്ക് അക്കാഡമിക്കലി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. അതെന്താ പറഞ്ഞത്? അക്കാഡമിക്കലി പഠന വിധേയമാക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഇതിൽ ഈ കാര്യത്തിലൊക്കെ ഞങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ സ്നേഹത്തിലേ ഇത് പറയാവുള്ളൂ. സ്നേഹത്തിൽ സത്യം പറയാൻ നമ്മൾ പഠിക്കണം. സ്തോത്രം. അപ്പൊ ഇത് ആമുഖമായിട്ട് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നമ്മൾ സ്നാനപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ ഒരു സഭ വിട്ട് വേറെ സഭയിൽ പോകുക എന്നൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യമാണ് സംഭവിക്കുന്നത്. ഒന്ന്, നമ്മൾ യേശുവിനോട് ചേരുന്നു. യേശുവിനോട് ചേരുക എന്ന് പറയുമ്പം അതിന് രണ്ടാമത്തെ ഒരു തലമുണ്ട്. യേശുവിന്റെ ശരീരമാകുന്ന സഭയോട് ചേരുന്നു. ഈ പദമാണ് നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്നത്. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാക്കാണത്. നമ്മൾ വിചാരിക്കുന്നത് സ്നാനപ്പെട്ട് കഴിയുമ്പം നമ്മൾ ഈ സഭയുടെ ഭാഗമായി, ഈ കോൺഗ്രിഗേഷന്റെ ഭാഗമായി. തെറ്റിപ്പോയി. അങ്ങനല്ല. യേശുവിന്റെ ശരീരമാകുന്ന സഭ, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, യേശുവിന്റെ ശരീരമായ സഭ എന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ സഭയാണ്. ലോകത്തിൽ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യന്മാരുടെ ഇടയിൽ രക്ഷിക്കപ്പെട്ടവരുടെ വലിയ സമൂഹം ഇങ്ങനെ കിടക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ അതാ കാണുന്നത്. സകല ഭാഷയിൽ നിന്നും, സകല ഗോത്രത്തിൽ നിന്നും, സകല രാജ്യങ്ങളിൽ നിന്നും, സകല ഭാഷക്കാരിൽ നിന്നും ഞാൻ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവർ ഒരുമിച്ച് ആർത്തു വിളിക്കുകയാണ്, ഹല്ലേലൂയ. പെരുവെള്ളത്തിന്റെ കോശം പോലെ ഞാൻ ശബ്ദം കേട്ടത്, ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ അറിഞ്ഞിരിക്കണം, രക്ഷിക്കപ്പെട്ട ആളുകൾ എല്ലാ സഭയിലുമുണ്ട്, രക്ഷിക്കപ്പെടാത്ത ആളുകളും എല്ലാ സഭയിലുമുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ആയല്ലോ. എന്തിനാ നമ്മൾ സ്നാനപ്പെടുന്നത്? യേശുവിനോട് ചേരുവാൻ നമ്മൾ സ്നാനപ്പെടുന്നു. രണ്ട്, യേശുവിന്റെ ശരീരമാകുന്ന സഭയോട് ചേരുവാൻ നമ്മൾ സ്നാനപ്പെടുന്നു. അപ്പൊ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ലോകത്തിന്റെ ഏതോ കോണിൽ, സ്തോത്രം, യേശുവിനോട് ചേർന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യനും നമ്മളുമായിട്ട് സഹോദരി ബന്ധത്തിലായി, സഹോദരന്മാരായി, സഹോദരിമാരായി. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുമ്പം നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ ധൈര്യം ഉണ്ടാകുന്നത്. എന്താണ്? അവിടെ എല്ലാം ദൈവം ആരെയെങ്കിലും ഒക്കെ നമുക്ക് വേണ്ടി മുൻകൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമ്മളെ കണ്ടിട്ടില്ലാത്ത ആളുകളെയൊക്കെ യേശുവിന്റെ മക്കളാണ് എന്ന് നമ്മൾ അറിയുന്നത് അവിടെയാണ്. നമ്മൾ പ്രാർത്ഥിക്കും, ഇങ്ങനെ പറയും, സ്തോത്രം, ഭൂമിയിലെ എല്ലാ ബന്ധങ്ങളെക്കാളും വലിയ ബന്ധം കാൽവരി ക്രൂശിൽ യേശു അപ്പച്ചന്റെ മക്കളാന്നുള്ള ബന്ധമാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമ്മുടെ സഹോദരന്മാർക്കായി സ്തോത്രം, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമ്മുടെ സഹോദരിമാർക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവിന് കൃത്യമായ പദ്ധതിയും പ്ലാനും ഉള്ളത് കൊണ്ടാണ് ഭൂമിയിൽ ധാരാളം സഭകളുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു സഭയെയും കുറ്റം പറയത്തില്ല. ഒരു സഭയും നമ്മൾ കുറ്റം പറയത്തില്ല. കുറ്റം പറയാനൊക്കെ നമുക്ക് കാണും, പക്ഷെ നമ്മൾ പറയത്തില്ല. നമുക്ക് കുറ്റമില്ലാത്തതുകൊണ്ടല്ല. അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമ്മൾ അവരെ കുറ്റം പറയാൻ നോക്കിയാൽ നമ്മളെ കുറ്റം പറയാൻ ഒത്തിരി കാര്യമുണ്ട്. നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ കുറ്റം പറയുന്നത് ഈ ക്രിട്ടിക്കൽ സ്പിരിറ്റ് എന്ന് പറയുന്നത് ദൈവാത്മാവിൽ നിന്നുള്ള സാധനമല്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്രിട്ടിക്കൽ സ്പിരിറ്റ് എന്ന് പറയുന്നത് ദൈവാത്മാവിന്റെ പ്രവൃത്തിയല്ല, ദൈവാത്മാവിന്റെ ജോലിയല്ല. ദൈവാത്മാവ് അങ്ങനെ ഒരു പണി എടുക്കാറില്ല. ദൈവാത്മാവ് എല്ലാവരെയും ചേർത്ത് വെക്കുന്ന ആത്മാവാണ്. കലക്കത്തിന്റെ ആത്മാവല്ല ദൈവാത്മാവ്, ഭിന്നിപ്പിന്റെ ആത്മാവല്ല ദൈവാത്മാവ്. സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ധൈര്യത്തിന്റെയും ആത്മാവാണ്. അപ്പൊ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത് കൊണ്ടാണ്. നമുക്കിത് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ്? ദൈവം നമുക്ക് സുബോധം തന്നതുകൊണ്ടാണ്. നമ്മൾ ഒരാളെയും വെറുക്കാൻ കഴിയാത്തത് യേശു സകലരെയും സ്നേഹിച്ചതുകൊണ്ട് നമുക്കും സ്നേഹിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ബ്രദറെ, സ്നാനത്തിനെ കുറിച്ച് പറയാതെ ബ്രദർ ഈ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറയാതെ ഭൂമിയിൽ ഒരു കൽപ്പനയുള്ളൂ. എന്താ കൽപ്പന? സ്നേഹിക്കുക. നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പീൻ എന്ന ഒറ്റ കൽപ്പനയെ ഈ ഭൂമിയിൽ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അരിമനാഥ സ്വർഗത്തിൽ പോയത്. നമുക്ക് ആളുകളെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അവരായിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഞാൻ എടുത്തു പറയുകയാണേ,
ഓരോ മനുഷ്യനും ഭൂമിയിൽ എങ്ങനെ ആയിരിക്കുന്നോ അതേ അവസ്ഥയിൽ അവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ അകത്ത് ദൈവസ്നേഹം കയറിയിട്ടില്ല. നമ്മൾ സ്നാനപ്പെട്ടോണ്ട് കാര്യമില്ല. കർത്താവേ, അങ്ങയുടെ സ്നേഹം എന്റെ അകത്ത് കയറണം. യേശുവേ, അങ്ങ് അധികമായിട്ട് എന്റെ അകത്ത് വസിക്കണം. യേശു വസിക്കുന്ന മന്ദിരങ്ങളായിട്ട് നമ്മൾ മാറണം. സ്തോത്രം. നമ്മൾ വേഗം 2 വാക്യം വായിക്കും. നിങ്ങൾ എന്നെ വായിച്ച് സഹായിക്കണേ. സ്തോത്രം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 Corinthians chapter 12 verse 12, 13, 14. 14 വേണ്ട, 13, 12, 13. 1 Corinthians chapter 12 verse 12 and 13. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 12-13 വാക്യം വായിച്ചു. ശരീരം ഒന്ന്, അവയവം പലതും. ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തു. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു പിരിക്കും. സ്തോത്രം. ആ രണ്ടാമത്തെ ഭാഗം അവസാനം വായിച്ച വാചകം ഒന്നോടെ വായിച്ച നല്ലതാണ്. നാം എല്ലാവരും ഏക ശരീരമാകുമാറ്. നമ്മൾ ഒരു ബോഡിയായി മാറിയത് അങ്ങനെയാണ്. കോട്ടയത്ത് ജനിച്ച ജസ്റ്റിൻ സാറും പത്തനംതിട്ടയിൽ ജനിച്ച ജെഫ്രിനും കായംകുളത്ത് ജനിച്ച ജിത്തുവും തിരുവനന്തപുരത്ത് ജനിച്ച സുല്ലങ്ങളും ദാണ്ടെ ഈ മനുഷ്യനും ഒക്കെ നമ്മൾ ഒന്നായി തീർന്നതിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ സ്നാനം എന്ന പ്രക്രിയ നമ്മളെ ചേർത്ത് വെക്കുന്നത്. സ്തോത്രം. അപ്പൊ സ്നാനം എന്ന പ്രക്രിയയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇവിടെ ദൈവാത്മാവിന് ഒരു പ്രവൃത്തിയുണ്ട്. സ്തോത്രം. ഭൂമിയിൽ മനുഷ്യന്മാർ ഭിന്നിച്ചു പോയ ഒരു സംഭവമുണ്ട്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? മനുഷ്യന്മാർ ഭിന്നിച്ചു പോയത് എവിടെയാണ് പറഞ്ഞട്ടെ? ഭാഷ കലങ്ങിപ്പോയി. തമ്മിൽ പറഞ്ഞാൽ മനസ്സിലാകാത്ത രീതിയിൽ ആളുകൾ കലഹിച്ചു പോയി. ഇത് പറയുമ്പം നമ്മൾ നന്നായി മനസ്സിലാക്കി പോകാൻ വേണ്ടി ഞാൻ പറയുന്നത്. സ്തോത്രം. ദൈവം ഇടപെട്ടിട്ടാണ് ഭൂമിയിൽ മനുഷ്യന്മാർ ഭാഷ ഭിന്നിച്ച് കലങ്ങി തിരിഞ്ഞു പോയി. ആ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാതെ ആളുകൾ ഭിന്നിച്ചു പോയി. പിന്നെ ഇവരെല്ലാം ഒന്നിച്ചു വന്ന എവിടാന്നറിയാമോ? മർക്കോസിന്റെ മാളിക മുറിയിലാണ്. പല ഭാഷക്കാർ പറയുകയാണ്, അതാണ്ട് ഇവർ പറയുന്നത് നമുക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇതിന്റെ കാര്യം? അവിടെ വെച്ചിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയപ്പം ഇവിടെ ഇപ്പൊ പറയാം, ഈ പുള്ളി പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അവിടെ ഒരു വലിയ ലിസ്റ്റ് പറയുന്നുണ്ട്. റോമാക്കാരും ഗ്രേത്യരും ആഫ്രിക്കക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാം പറയുന്നത് ഇവർ പറയുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നു. പത്രോസ് ഒരു പ്രസംഗം പറയുമ്പോൾ ഒറ്റ പ്രസംഗം, പരിഭാഷക്കാരനില്ല, പക്ഷെ ഇരിക്കുന്ന ആളുകൾക്ക് എല്ലാം മനസ്സിലാകുകയാണ്, പല ഭാഷക്കാർ. സ്തോത്രം. ഇപ്പൊ കലഹിച്ചു പോയതിനെ ഒരുമിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ഇവിടെ ഉണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ ബാബേലിന്റെ അനുഭവത്തിലാണ് നിങ്ങൾ തുടരുന്നതെങ്കിൽ നിങ്ങൾ പറയും നിങ്ങൾ വേറെ സഭയാ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, നിങ്ങൾ പറയുന്നത് എനിക്കും മനസ്സിലാകത്തില്ല. പക്ഷേ ദൈവാത്മാവിന്റെ പ്രവൃത്തിയിലോട്ട് നമ്മൾ വരുന്നെങ്കിൽ നമ്മൾ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകും. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, സഭകളുടെ നേതാക്കന്മാർക്ക് ഈ ദൈവിക ആത്മാവിന്റെ പ്രവൃത്തി ഉണ്ടായിട്ട് ഇപ്പൊ തമ്മി പറയുന്നത് മനസ്സിലാകാനുള്ള ബുദ്ധി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഇപ്പൊ ഭൂമിയിൽ സഭകൾ ഭിന്നിച്ചു നിൽക്കുന്നതിന്റെ പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ പഴയ ബാബേലിന്റെ പാരമ്പര്യത്തിൽ തുടരുകയാണ്. നമ്മൾ ഇതുവരെ ശരിയായ ആത്മസ്നാനത്തിലോട്ട് വന്നിട്ടില്ല. ശരിയായ ആത്മസ്നാനത്തിലോട്ട് വന്ന ആളുകൾ ഭൂമിയിലുണ്ട്. അവർക്കായിട്ട് സ്തോത്രം. അവർ പല ഡിനോമിനേഷനിലായിരിക്കാം, പല സഭയിൽപ്പെട്ടവരായിരിക്കാം, എന്തുമാകട്ടെ. പക്ഷെ അവരുടെ ഉള്ളിൽ ഇത് വീണ് കഴിയുമ്പോൾ അവർക്കറിയാം, താണ്ടെ പോകുന്ന എന്റെ സഹോദരന്, ഈ പോകുന്ന എന്റെ സഹോദരിയാണെന്ന് അവർ തിരിച്ചറിയുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇത് വീഴണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഈ പ്രവൃത്തി ഉണ്ടാവണം. അപ്പൊ നമ്മൾ വായിച്ചത്, നമ്മൾ ഈ സഹോദര ബന്ധത്തിലോട്ട് വരുന്നത് ഈ ശുശ്രൂഷയിലാണ്. ഏത് ശുശ്രൂഷയിലാണ്? ഈ സ്നാനത്തിന്റെ ശുശ്രൂഷയിലാണ്. യേശുവിനോട് നമ്മളെ യേശുവിനോട് ചേരുക എന്ന് പറഞ്ഞാൽ ചെറിയ വാക്കല്ല. ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് ലോകത്തിൽ ചിതറിപ്പാർക്കുന്ന ആയിരക്കണക്കായ, പതിനായിരക്കണക്കിനായ, ലക്ഷക്കണക്കിനായ മനുഷ്യന്മാരോട് ചേർന്ന് ഞങ്ങൾ ഒന്നാണ് എന്ന് പറയുന്ന അനുഭവം നമ്മൾ അനുഭവിക്കുന്നത് ഈ കാര്യത്തിലാണ്. ഒരു വാക്യം കൂടെ വായിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം, ഗോസ്പൽ ജോൺ chapter 17 verse 21 and 23. സ്തോത്രം. Gospel John Gospel chapter 17
നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. ആമേൻ. സ്തോത്രം. ഈ ഐക്യത ഉണ്ടാകുന്നത് ഈ യേശുവും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ. ഇവരെ നമുക്ക് രണ്ടായിട്ട് കാണാൻ പറ്റുമോ? യേശുവും പിതാവും ഒന്നായിരിക്കുന്നു. യേശു പറഞ്ഞു ഞാൻ പോവുകയാണ്, ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോവുകയാണ്. തോമസ് പറഞ്ഞു ആ പിതാവിനെ ഒന്ന് കാണിച്ചാട്ടെ. യേശു എന്താ മറുപടി പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇവിടെ തോമസ്, ഇത്രയും കാലമായിട്ട് നിനക്ക് ഈ സംഭവം മനസ്സിലായില്ലേ? ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. വാട്ട് ഇസ് ദ മീനിങ്? വാട്ട് ഇസ് ദ ഇംപ്ലിക്കേഷൻ? നിങ്ങളെ കാണുന്നവർ യേശുവിനെ കാണണം. നിങ്ങൾ യേശുവിന്റെ പത്രങ്ങളാണ് എന്ന് പൗലോസ് പറയുമ്പോൾ പൗലോസിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിത്രം ഇതാണ്: യേശുവും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ, യേശുവും പിതാവും നമ്മോട് ചേർന്നിട്ട് നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ, നമ്മൾ തമ്മിൽ ഒന്നായിരിക്കുന്നത് പോലെ. ഹല്ലേലൂയ. അതിന്റെ ആധികാരികമായ പഠനമാണ് നമ്മൾ കാണുന്നത്. കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. എനിക്കും യേശുവിനും ഒരേ മനസ്സാണ്. എന്നെ കണ്ടാൽ യേശുവിനെ കാണുന്നത് പോലെയാണ്. യേശുവിനെ കണ്ടത് തന്നെയാണ് ഞാൻ പറയുന്നത്. യേശു എന്നോട് പറഞ്ഞത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. I don't speak anything else other than what Jesus spoke to me. യേശു എന്നോട് പറയാത്ത ഒരു കാര്യവും ഞാൻ പറയത്തില്ല. ഹല്ലേലൂയ. നമ്മൾ തീരുമാനമെടുക്കണം. നമ്മുടെ വാ തുറന്ന് അനാവശ്യമായി നമ്മൾ സംസാരിക്കത്തില്ല. ബ്ലാ 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 പറയാൻ പോകത്തില്ല. പൊട്ടച്ചൊല്ലും കളിവാക്കും പറയത്തില്ല. അരുതാത്തതൊന്നും വരത്തില്ല. കൃപയാൽ ഉപ്പിനാൽ രുചി വരുത്തിയതല്ലാത്തത് വരത്തില്ല. എന്റെ അടുത്തിരിക്കുന്നയാളെ ബിൽഡ് ചെയ്യുന്നതല്ലാതെ അവരെ താഴ്ത്തിക്കെട്ടുന്നത് ഞാൻ പറയത്തില്ല. ഭൂമിയിൽ ഒരാളെ കുറിച്ച് ഞാൻ മോശം പറയത്തില്ല. ഒരാളെ വിമർശിക്കാൻ ഞാൻ പോകത്തില്ല. എന്റെ യേശുവിന് മഹത്വം കൊടുക്കുന്നത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഹല്ലേലൂയ. We are one together. നമ്മൾ ഒന്നായിരിക്കുന്നു. Being united. ഹല്ലേലൂയ. യേശുവിനോട് ചേരുക എന്ന് പറയുന്ന ഈ അത്ഭുത പ്രവൃത്തി സംഭവിക്കുന്നത് ഇവിടെയാണ്. സ്തോത്രം. ക്ലിയർ? ഒരു വാക്യം 1 കൊരിന്ത്യർ 10-ാം അധ്യായം 2-ാമത്തെ വാക്യം. 1 Corinthians chapter 10 verse 2. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 2-ാമത്തെ വാക്യം. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് യേശുവോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. സ്തോത്രം. ആ പാറ ക്രിസ്തുവായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? മോശയോട് ചേർന്നു. നമ്മളിവിടെ ആദ്യത്തെ 2 വാക്യത്തിൽ പറഞ്ഞത് യേശുവിനോട് ചേർന്നെന്നാ പറഞ്ഞത്. ഇവിടെ പറയുക മോശയോട് ചേർന്നു. ആരാണ് ചേർന്നത്? സ്തോത്രം. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന 21 ലക്ഷം ജനം. എത്ര ലക്ഷം എന്നുള്ള കാര്യത്തിൽ തർക്കം ഉണ്ടെങ്കിൽ വിട്ടേരെ. 6 ലക്ഷമായാലും 12 ലക്ഷമായാലും 21 ലക്ഷം 24 എത്രയെങ്കിലും ആവട്ടെ, എന്തായാലും ലക്ഷക്കണക്കായ ആളുകൾ മോശയോട് ചേർന്നു. എവിടെയാ അവർ ചേർന്നത്? സ്തോത്രം. റെഡ് സീ, ചെങ്കടൽ പിളർന്ന് ചെങ്കടലിന്